അഫ്ഗാൻ ഭരണകൂടം ഇന്ത്യക്കാർക്ക് മുമ്പിൽ വലിയ വാഗ്ദാനം നൽകുകയാണ്. നിങ്ങൾ അഫ്ഗാനിലേക്ക് മാത്രം വന്നാൽ മതി, നിങ്ങൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുക, നിങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ട ഭൂമി സൗജന്യമായി തരും, 5 വർഷത്തേക്ക് നികുതി ഇളവ്, വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തും, നിങ്ങളുടെ സുരക്ഷ, നിങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങളുടെ സംരംഭത്തിനും വേണ്ട സുരക്ഷ ഞങ്ങൾ ഉറപ്പുതരും. ഇങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യക്കാരെ അഫ്ഗാനിൽ മുതൽ മുടക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് അഫ്ഗാൻ ഭരണകൂടം. പ്രത്യേകിച്ച് അവരുടെ വാണിജ്യകാര്യ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി അദ്ദേഹം ഇന്ത്യൻ സന്ദർശനം നടത്തിയ വേളയിൽ അദ്ദേഹം നടത്തിയ സുപ്രധാനമായ ഊന്നൽ, ഇന്ത്യക്കാർക്ക് അഫ്ഗാനിലേക്ക് കടന്നു വരാം, അവിടെ ഏത് തരത്തിലുള്ള സംരംഭവും നിങ്ങൾക്ക് തുടങ്ങാം, അത് അഫ്ഗാൻ്റെ നിലവിലുള്ള നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളും പാലിക്കണമെന്ന് മാത്രം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട പിന്തുണയും സഹായവും അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം, താലിബാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ വാഗ്ദാനം. അപ്പോൾ ഇത് പ്രകാരം അഫ്ഗാനിൽ മൈനിങ്, നമ്മുടെ ഖനന മേഖല, പാറ പൊട്ടിക്കുന്നതടക്കം ഉള്ള പ്രവർത്തനങ്ങൾ, കൃഷി, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്ന് നിർമ്മാണം, IT അറിയാമല്ലോ, പിന്നെ എനർജി, ടെക്സ്റ്റൈൽസ്, ഊർജ്ജ മേഖലയിലും തുണി നിർമ്മാണ മേഖലയിലും അടക്കമുള്ളവർക്ക് ഉള്ള പിന്തുണയും സഹായവും ഞങ്ങൾ നൽകും എന്നുള്ളതാണ് അവർ എടുത്തിരിക്കുന്ന നിലപാട്. പിന്നെ വിദേശ നിക്ഷേപകർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഉറപ്പ് നൽകുമെന്നുള്ള വാഗ്ദാനവും അവർ നൽകുന്നുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് 1% മാത്രമേ അവർ താരിഫ് ചുമത്തുകയുള്ളൂ. കൂടാതെ മെഷീനറി, ഏതെങ്കിലും തരത്തിലുള്ള യന്ത്രോപകരണങ്ങൾ വേണമെങ്കിൽ അതിനും 1% മാത്രമേ നികുതി ചുമത്തുകയുള്ളൂ. പിന്നെ ഈ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ ഭൂമി സൗജന്യമായി വിട്ടു നൽകും. പിന്നെ വൈദ്യുതി ഉറപ്പുവരുത്തും, 5 വർഷം നികുതി ഇളവുണ്ടാവും. പിന്നെ ഈ കാര്യത്തിൽ ഈ അഫ്ഗാനിൽ നിന്ന് ധാരാളം പേർ, ഈ അമേരിക്കൻ ഭരണകൂടം അവിടെ നിന്ന് പോയപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിലധികം അഫ്ഗാനികൾ അവിടെ നിന്ന് പലായനം ചെയ്തു പോയി എന്നുള്ളതാണ് വിവരം. അപ്പോൾ അവരെയൊക്കെ ഇപ്പോൾ അഫ്ഗാൻ ഭരണകൂടം തിരിച്ചു വിളിക്കുകയാണ്, നിങ്ങൾ മടങ്ങി വരിക. അതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അഫ്ഗാനിൽ നിന്ന് കുടിയേറി ഇന്ത്യയിൽ സ്ഥിരതാമസമായ നിരവധി പേരുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ സ്വരാജ്യത്തേക്ക്, സ്വന്തം രാജ്യത്തേക്ക്, മാതൃരാജ്യത്തേക്ക് മടങ്ങി വരണം. മടങ്ങി വന്ന് ഇവിടെ നിങ്ങൾക്ക് സാധ്യമായ സംരംഭങ്ങൾ തുടങ്ങണം എന്നുള്ളൊരു വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ അഫ്ഗാൻ ഭരണകൂടം നൽകുന്നത്. അപ്പോൾ ഇതുപ്രകാരം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ, ഇപ്പോൾ അഫ്ഗാനെ സംബന്ധിച്ച് അവിടുത്തെ ഭരണസ്ഥിരതയിൽ നമുക്ക് വലിയ ആശങ്കയുണ്ടാകാം. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ താലിബാൻ ആണല്ലോ, അവർ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ അവരും ഒരു മുൻകാലങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടവരാണ്. അപ്പോൾ അവരെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ അക്കാര്യത്തിലൊക്കെ 100% ഉറപ്പാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് 100% ഉറപ്പാണ് ഇപ്പോൾ അഫ്ഗാൻ ഭരണകൂടം നൽകുന്നത്. അഫ്ഗാനിൽ തന്നെയുള്ള ഹിന്ദുക്കളും സിഖുകാരുമായിട്ടുള്ള ഉള്ളവരുണ്ട്, അവർക്കും പ്രത്യേകമായ പരിഗണന ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള വിവരവും അവർ തരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയും അഫ്ഗാനുമായിട്ടുള്ള വ്യാപാരം എന്ന് പറയുന്നത് വെറും $1 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അത് ഏറിയ പങ്കും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയാണ് അഫ്ഗാൻ. അവിടെ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ധാന്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കളടക്കമുള്ളവ, മരുന്നുകളടക്കമുള്ളവയാണ് അഫ്ഗാൻ വാങ്ങുന്നത്. അഫ്ഗാനിൽ നിന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, അഫ്ഗാനിലെ ഏറ്റവും പ്രശസ്തമായ സംഗതി അവിടെയുള്ള ഈ പഴവർഗ്ഗങ്ങൾ, ഉണങ്ങിയ പഴവർഗ്ഗങ്ങളാണ്. ഈ ഇന്ത്യൻ വിപണിയിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള വിപണിയിൽ വലിയ വിപണി സാധ്യതയുള്ളതാണ് അഫ്ഗാൻ ഡ്രൈ ഫ്രൂട്ട്സ്. കൂടാതെ അവിടുത്തെ ചില വസ്ത്രങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, അതിനും ഇന്ത്യൻ മാർക്കറ്റുകളിൽ വലിയ പ്രിയമുണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് അഫ്ഗാനിൽ നിന്ന് ഏറിയ പങ്കും ഇന്ത്യയിലേക്ക് വരാറുള്ളത്. പക്ഷേ അങ്ങോട്ടേക്ക് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള സംഗതികളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യാപാരം എന്ന് പറയുന്നത് നിലവിൽ $1 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അത് വലിയ രീതിയിൽ ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം 2 രാജ്യങ്ങൾക്കുമുണ്ട്. കൂടാതെ സമീപ ഭാവിയിൽ തന്നെ എയർ കാർഗോ, വിമാനം മാർഗമുള്ള ചരക്ക് കടത്തിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ അത് പുനരാരംഭിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ഇന്ത്യ ഉടനെ ആരംഭിക്കും എന്നുള്ള വിവരവുമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഇന്ത്യയും അഫ്ഗാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം 2021 താലിബാൻ ഭരണകൂടം അവിടെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം 2022 അനൗദ്യോഗികമായിട്ട് ഇന്ത്യയും അഫ്ഗാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ 2025 ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യയും അഫ്ഗാനും പൂർണ്ണ തോതിലുള്ള നയതന്ത്ര ബന്ധം സാധ്യമാക്കിയിട്ടുണ്ട്. കാബൂളിൽ ഇന്ത്യയുടെ എംബസി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലും താലിബാൻ്റെ പരിമിതമായിട്ടെങ്കിലും ഒരു കാര്യാലയം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇനി വ്യാപാര ബന്ധം, കൂടാതെ
അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞയിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ട ദുരിതാശ്വാസ സഹായമടക്കമുള്ളവ ഇന്ത്യയിൽ നിന്ന് എത്തിച്ചു നൽകിയിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാനും അഫ്ഗാനുമായിട്ട് ഇപ്പോൾ അതിർത്തി സംഘർഷം നടക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ വഴിയുള്ള അതിർത്തി മേഖല വഴിയുള്ള ചരക്ക് കടത്ത് ഏതാണ്ട് നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് ഇന്ത്യ അവശ്യ വസ്തുക്കൾ, ഭക്ഷ്യധാന്യങ്ങളടക്കമുള്ള അവശ്യ വസ്തുക്കൾ ഒരു സഹായം എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ മരുന്നുകൾ, വലിയൊരളവിൽ മരുന്നുകൾ, ഇത് അഫ്ഗാൻ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വൻതോതിൽ അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നു എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വലിയ തോതിൽ മരുന്നുകൾ അഫ്ഗാനിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. കൂടാതെ അഫ്ഗാനിസ്ഥാനുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ തന്നെ മരുന്ന് നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തന്ത്രപരമായ സമീപനം, അല്ലെങ്കിൽ പാകിസ്ഥാന് ബദലായി ഇന്ത്യ എടുക്കുന്ന നിലപാടുകളെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ വലിയ സൗഹൃദമാണ് അഫ്ഗാനുമായിട്ട് ഇന്ത്യ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. അഫ്ഗാൻ ഭരണകൂടത്തിനും അതേ നിലപാട് തന്നെയാണുള്ളത്. കാര്യം പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പോരാടാൻ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് അനുവദിക്കില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിഘടനവാദികൾ, തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാനായിട്ട് അഫ്ഗാനിസ്ഥാനിൽ താവളമടിക്കാൻ ശ്രമിച്ചാൽ അവരെ ഇല്ലാതാക്കും എന്നുള്ള വലിയ ശക്തമായ നിലപാടാണ് അക്കാര്യത്തിൽ താലിബാൻ ഭരണകൂടവും എടുത്തിരിക്കുന്നത്. അവിടെ അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ കുടിവെള്ള വിതരണ പദ്ധതികൾക്ക് വലിയ ഡാമുകളടക്കം ഇന്ത്യ നിർമ്മിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയോട് വലിയ സ്നേഹവും കടപ്പാടും ഇക്കാര്യത്തിൽ അഫ്ഗാൻ ഭരണകൂടത്തിനുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്കാരെ വലിയ രീതിയിലുള്ള മുതൽ മുടക്കുകളിലേക്ക്, വലിയ സംരംഭങ്ങൾ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യക്കാരെ ക്ഷണിക്കാനായിട്ട് അഫ്ഗാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഇന്ത്യക്കാർക്ക്, അവിടെ മുതൽ മുടക്കുന്നവർക്ക് വൻതോതിലുള്ള ആനുകൂല്യങ്ങളും ഒപ്പം വലിയ രീതിയിലുള്ള സുരക്ഷാ ഉറപ്പും താലിബാൻ ഭരണകൂടം നൽകുന്നുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാതെ അഫ്ഗാനിസ്ഥാനിൽ വലിയ വ്യാവസായിക പുരോഗതി, അതും ഇന്ത്യയുടെ പിന്തുണയോടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം അത് പഴയതിനേക്കാൾ വളരെ വേഗത്തിൽ വലിയ ഒരു അളവിലേക്ക്, വലിയൊരു മുന്നേറ്റത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഭാവി കാലത്ത് വലിയ താമസമില്ലാതെ ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയതായി ഉണ്ടായ സംഗതികൾ, എന്തൊക്കെ നേട്ടമാണ് ഇന്ത്യയുമായി സഹകരിച്ചതിലൂടെ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ വലിയ താമസമില്ലാതെ അത് നമുക്കറിയാൻ സാധിക്കും.